ഹലോ ഹായ് എല്ലാവർക്കും സുഖല്ലേ? ഇസ്നെ വിടുവാ. ഇതെന്റെ മോനാണ് ഇഹ്സാൻ മുഹമ്മദ്. മതി മതി മതി. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇന്ന് പുതിയൊരു പരീക്ഷണവുമായിട്ട് എന്ത് കേക്കാന്ന് പറയാം, വെട്ട് കേക്ക്. ഓക്കെ, ഞങ്ങൾ ഒരു പരീക്ഷണത്തിലാണ്. ആദ്യമായിട്ടാണ് ഒരു പലഹാരം ഞാൻ ഓക്കെ, ഞങ്ങൾ ആദ്യമായിട്ടാണ് ആദ്യം തന്നെ ഈ ഗ്ലാസ്സിലാണ്, ഇതാണ് നമ്മൾ അളവ് ഗ്ലാസ് ആയിട്ട് എടുത്തുള്ളത്. ഏകദേശം ഒരു 240 ml ഉണ്ടാവും. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് മൈദപ്പൊടിയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഏത്? ഓക്കെ, നമ്മുടെ ബീബി ജാൻ നമ്മുടെ കൂടെ പിന്നെ ഹെൽപ്പിനുണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് ജസ്റ്റ് പഞ്ചസാര നല്ല പൊടിയാൻ വേണ്ടിയിട്ട് ഇട്ട് പൊടിച്ചതാണ്. ഇപ്പോൾ പഞ്ചസാര നല്ലപോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. വളരെ നൈസായിട്ടുള്ള പൗഡർ നമുക്ക് കാണാൻ കഴിയും. ഇനി നമ്മൾ അടുത്തതായിട്ട് എടുക്കേണ്ടത് 2 മുട്ടയാണ്. അപ്പം നമ്മൾ 2 ഗ്ലാസ് പിന്നെ മൈദയാണല്ലോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് തുല്യമായിട്ട് 2 മുട്ട. ഇപ്പോൾ നമ്മൾ മുട്ടയിലേക്ക് കുറേശ്ശെ പഞ്ചസാര മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ബിസ്മില്ലാ. ഓക്കെ, തല്ലുണ്ടാക്കല്. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ, അതായത് പഞ്ചസാരയ്ക്ക് അങ്ങനെ കൃത്യമായിട്ടൊരു അളവില്ല, ഏകദേശം ഒരളവാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അധികം മധുരം കൂടി പോകാതെയും ശ്രദ്ധിക്കണം. നമ്മൾ വെട്ട് കേക്കിന് അധികം മധുരം കൂടി പോയാൽ കഴിക്കാനൊരു ഇതുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പാകത്തിന് മധുരം എടുക്കുക. നമ്മുടെ ഇത് നന്നായിട്ടും മിക്സ് ചെയ്തെടുക്കണം. പഞ്ചസാര മുട്ടയുമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. കുറേശ്ശെ മിക്സിങ്ങിന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറേശ്ശെയായിട്ട് മിക്സ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല രീതിയിൽ നമ്മൾ സ്റ്റിർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇത് നമുക്ക് നല്ലൊരു സസ്പെൻഷൻ പോലെ വരും. അടുത്ത പറഞ്ഞേ, മിക്സ് ചെയ്യുന്നുണ്ടെന്ന് പറ. ഇത് നമ്മുടെ മകൾ ലാമിയ ഫാത്തിമ പിണങ്ങി നിൽക്കുകയാണ്. ഓക്കെ, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് മുട്ടയുടെ ഒരു ചെറിയൊരു വാസന ഇതിനുണ്ടാവും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു എസൻസ്, പൈനാപ്പിൾ എസൻസോ അല്ലെങ്കിൽ വാനില എസൻസോ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അടുത്ത് അതില്ലാത്തത് കൊണ്ട് നമ്മൾ ലേശം ഏലക്കാപ്പൊടി ഇതിൽ മിക്സ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാം, ലേശം ഏലക്കാപ്പൊടി നമ്മളിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മൈദയിലും ലേശം ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മളൊരു നുള്ളു ഉപ്പ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ വിട്ടുപോയി, കാരണം ഒരു നുള്ളു ഉപ്പ് മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു കുറവ് നമുക്ക് നികത്താനാവില്ല. ഇപ്പോൾ ഇനി നമുക്കിതിലേക്ക് മിക്സ് ചെയ്യേണ്ടത് നെയ്യാണ്. ഒരു അല്പം നെയ്യ്, ഒരു അര ടീസ്പൂൺ നെയ്യ് നമുക്ക് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നെയ്യിൻ്റെ വാസന ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് ബട്ടർ, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എണ്ണയായാലും മതി. ഏത് എണ്ണ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 നുള്ള് ബേക്കിംഗ് സോഡ മിക്സ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1 സ്പൂണാണ് വേണ്ടത്. ബേക്കിംഗ് സോഡ ആയതുകൊണ്ട് 2 നുള്ള്. ഇനി നമുക്ക് ഈ മിക്സിങ് നമുക്ക് ഈ മൈദയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ ലൈറ്റായിട്ട് ഇത് ശരിക്കും ഇത് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് അതായത് ഈ ലൈന് കൂടിപ്പോയതായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം മൈദ വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്നും അറിയുന്നില്ല. ഇനി അരിനുറുക്കൊക്കെ എടുക്കാനുള്ളതാണ്. പറഞ്ഞേ പെണ്ണുങ്ങൾ. ഓക്കെ, നോക്കി. ഇത് നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ചപ്പാത്തിയുടെ മാവ് വരും പോലെയാണ് ഇത് കുഴച്ച് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിത് തിക്നെസ് കൂടിയതായിട്ടോ അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കണ പോലെയൊക്കെ തോന്നിയാൽ വീണ്ടും നമുക്ക് കുറേശ്ശെ പൊടി ആഡ് ചെയ്ത് കൊടുക്കാം.
ഇത് നമ്മുടെ പ്രിയതമ്മ സഹായിച്ചതിന് ശേഷമാണ് ഇങ്ങനെ റൗണ്ടായി വന്നത് കേട്ടോ. ഇതിപ്പോൾ ചപ്പാത്തിയുടെ മാവ് പോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കുഴച്ചെടുത്തത് ശരിക്കും നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ചപ്പാത്തിയുടെ മാവ് കുഴച്ച പോലെ ശരിക്കും നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. നോക്കിയാൽ മനസ്സിലാവും, കണ്ടോ. ഇനി ഇത് നമുക്ക് ഇങ്ങനെ തന്നെ അടച്ച് വെക്കണം. ഒരു 2 മണിക്കൂർ നേരം ഇത് നമ്മൾ ഒരു തുണിയോ മറ്റോ വെച്ച് മറച്ചിട്ട് നമുക്ക് അടച്ച് വെക്കേണ്ടതുണ്ട്. ഇത് ഡ്രൈ ആവാതിരിക്കാനാണ് നമ്മൾ ചെറിയൊരു നനഞ്ഞ തുണി ഉപയോഗിച്ചിട്ട്, എന്ത് തുണിയും നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൂടി വയ്ക്കുക. ഓക്കെ. ഇനി നമുക്ക് 2 മണിക്കൂറിന് ശേഷം കാണാം. മറ്റൊരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണ സാധനങ്ങൾ ഒരിക്കലും വേസ്റ്റ് ചെയ്യാൻ പാടില്ല. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ചൊരു ലായനി ബാക്കി വന്നത് നമ്മൾ എന്ത് ചെയ്യാണ്, ബ്രെഡ് ടോസ്റ്റ് പോലെ ബ്രെഡിൽ മുക്കിയെടുക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഇത് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്നാക്സുമായി. അപ്പോൾ ഈ ടോസ്റ്റിന് വേണ്ടി മിക്സ് ചെയ്തെടുക്കാൻ നമുക്കൊരു പാട്ടിടാം. നബിയേ കരുണ കടലൂരേ മുത്തു നബി ഷഫീഉൽ ഉമ്മ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. പിന്നെ നമുക്ക് വേണമെങ്കിൽ ടോസ്റ്റ് 2 പീസായി കൊടുത്താൽ ചെറിയ 2 ടോസ്റ്റ്, അപ്പോൾ 2 പേർക്കായി. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് തിന്നണത് നല്ലതല്ല. ഓക്കെ, നമ്മൾ ചെറിയൊരു ലോ ഫ്ലെയിമിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടോസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് ജസ്റ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യും. നമ്മൾ ടോസ്റ്റ് ഇതിന് സെക്കൻഡറി ഡിഷാണ്. നമ്മുടെ അതിൻ്റെ കൂടെ തന്നെ കിട്ടിയ ഒരു ലക്കിൽ കിട്ടിയ ഒരു ഡിഷാണ്. അത് നമ്മൾക്ക് ശരിയായി വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. ഇസാൻ ഇതിന് ഇട്ടിരിക്കുന്ന പേര് സ്പൈഡർമാൻ കേക്ക് എന്നാണ് അല്ലേ? കേക്കിന്റെ പേര് എന്നാ? കേക്കിന്റെ പേര് സ്പൈഡർമാൻ കേക്ക്. ലാമിനാക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? പറ. ഓക്കെ, അങ്ങനെ നമ്മൾ ഏകദേശം 2 മണിക്കൂർ സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വീണ്ടും ബാക്കി പ്രിപ്പറേഷനുമായി മുന്നോട്ട്. ഓക്കെ, ഇനി നമ്മൾ ഇത് എടുത്തതിന് ശേഷം ഒരു മിനിറ്റ് സാർ, നമ്മളിതിനെ ചെറിയ റോള് പോലെ ആക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇതിനെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് പത്തിരിയുടെ ഒക്കെ നമ്മൾ മാവ് കട്ട് ചെയ്യുമ്പോൾ അല്പം ഇത് റോൾ ചെയ്തെടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. മതിയോ? നീ അത് വീഡിയോ എടുക്കണ്ടാക്കും. ഓക്കെ, ഏകദേശം ഈ സൈസ് വരെ നമ്മളിങ്ങനെ ഇതിപ്പോ റോള് പോലെ ആയതിനു ശേഷം ഒരു മിനിറ്റ് സാർ, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് ഇതിനെ മാറ്റിയെടുക്കാം. നമ്മൾ ചെറിയൊരു ഇത് ജസ്റ്റ് ഇങ്ങനെ ഉരുട്ടിയതിനു ശേഷം ഒന്ന് പരത്തിയിട്ടുണ്ട്. അതിന് ശേഷമാണ് നമ്മൾ ഷേപ്പ് ആക്കണം. ഇത് വെട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കുള്ള ഷേപ്പിലും സൈസിലും ഇത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമ്മൾ ഇങ്ങനെ ആദ്യത്തെ പോർഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തതിന് ശേഷം ഓരോന്ന് ഇഷ്ടമുള്ള ഷേപ്പിലോട്ട് മാറ്റാം. ഓക്കെ, വെട്ട് കേക്ക് ആയതുകൊണ്ട് തന്നെ വെട്ട് കേക്കിൻ്റെ ഷേപ്പിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു വര ഇട്ടാൽ മതി. ക്രോസ് ചെയ്തിട്ടുള്ള ലൈൻസ് ഇട്ടാൽ തന്നെ ഇതൊരു വെട്ട് കേക്കിൻ്റെ ഷേപ്പായിട്ട് വരുന്നതാണ്. ഓക്കെ, ഇങ്ങനെ ഏത് ഡിസൈനും നമുക്ക് ചൂസ് ചെയ്യാം. ഈ നാടിന്റെ പേര് അബുദാബിയാണ്. നമ്മൾ അങ്ങനെ ഇത് കട്ട് ചെയ്ത് ഈ ഷേപ്പിലാക്കി വച്ചിട്ടുണ്ട്. പല ഏത് ഷേപ്പിലും ഏത് സൈസിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ പൊരിച്ചെടുക്കാം. നമുക്ക് ഏകദേശം ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് മിക്സ് ഇട്ട് കൊടുക്കാം. ബിസ്മില്ലാ. ഇത് ഏകദേശം എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം ഇട്ടത് എണ്ണ മുങ്ങി കിടക്കുന്നില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു. അതാണ് ചെറിയ രീതിയിൽ വന്നത്. രണ്ടാമത് ഏകദേശം മുങ്ങുന്ന രീതിയിൽ എണ്ണ ആയിട്ടുണ്ട്. നമുക്ക് ഇട്ടിട്ട് കൊടുക്കാം.
ഫ്ലെയിം ഞാൻ ലോ ഫ്ലെയിം ആക്കിയിട്ടുണ്ട്. ശരിക്കും ചൂടായതിനു ശേഷം അങ്ങനെ നമ്മുടെ വെട്ട് കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അൽഹംദുലില്ലാ വളരെ നന്നായിരുന്നു. നല്ല ക്രിസ്പിയും സോഫ്റ്റുമായിരുന്നു.